she is working in a bank, BANK, bank. She is working in a bank. Okay. അപ്പോൾ നമ്മൾ കണ്ടത് വാചകങ്ങൾ ഷീ ഈസ് അത് ഇനി അത് വിട്ടേ. ഓക്കെ, നമ്മൾ വാചകം എഴുതിയിട്ടുണ്ട് ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്. അപ്പോ ഓരോ വാചകങ്ങളെയും നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം, രണ്ട് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് വിഭജിക്കാം. അതിന് പറയുന്ന പേര് ഒന്നിനെ പോസിറ്റീവ് എന്നും മറ്റേതിനെ നെഗറ്റീവ് എന്നും പറയും. അപ്പോൾ വാചകങ്ങളെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു. വൺ ഈസ് കോൾഡ് പോസിറ്റീവ്, നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് നെഗറ്റീവ്. അപ്പൊ എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്, അതും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന അർത്ഥം വരുമ്പോഴൊക്കെ നെഗറ്റീവായി. വന്നിട്ടില്ല, പോയിട്ടില്ല, എടുത്തിട്ടില്ല, കുളിച്ചിട്ടില്ല, പാടിയിട്ടില്ല, ഇല്ല ഇല്ല എന്ന് വരുമ്പോഴൊക്കെ നെഗറ്റീവാണ്. അതല്ലാതെ ഉള്ള എല്ലാനും എന്താണ്, പോസിറ്റീവാണ്. അപ്പൊ നമുക്ക് ഒരു പറയാൻ പറ്റും, തന്നിരിക്കുന്ന വാചകത്തില് നോട്ട്, നെവർ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഓർത്തിരിക്കാനൊരു എളുപ്പമുണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്. നോട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്. നെവർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്. നൈദർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്. യെസ്. അപ്പൊ അങ്ങനെ ഇല്ല എന്ന അർത്ഥം വരുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ സെന്റൻസിൽ നമുക്ക് നെഗറ്റീവ് വാചകങ്ങളെന്നും അല്ലാത്തതിനെ നമുക്ക് പോസിറ്റീവ് വാചകങ്ങളും പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഷിജിന ഇവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്. അത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്? അത് പോസിറ്റീവ്. യെസ്, പോസിറ്റീവ് ആണ് അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ്. യുവർ ആൻസർ ഇസ് റൈറ്റ്, കറക്റ്റ് ആണ്. യെസ്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. രണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പൊ ആദ്യം നമുക്ക് ചോദ്യം വന്നു കഴിയുമ്പോൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നോട്ട്, നെവർ, നൈദർ എന്ന് പറയുന്ന വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നോബഡി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇല്ല എന്നർത്ഥം വരികയാണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, ഐ ലിസൺ. അപ്പോൾ ആ നെഗറ്റീവ് ആണ് വാചകമെങ്കിൽ ടാഗ് പോസിറ്റീവും, അതൊന്നും സെന്റൻസസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്. ഇത് മനസ്സിലെപ്പോഴും വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഷിജിന പറഞ്ഞു ഈ വാചകം എന്താണ്, പോസിറ്റീവ് വാചകമാണ്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ടാഗ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാചകത്തില് ഹെൽപ്പിംഗ് വെർബ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, അങ്ങനെയുള്ള ഹെൽപ്പിംഗ് വെർബ് ഇല്ലേ, അതുണ്ടെങ്കിൽ അതിനൊന്ന് പുറത്തേക്ക് ഇടും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ഹെൽപ്പിംഗ് വെർബ് കിടപ്പുണ്ട്. എന്താ കിടക്കണേ, ഈസ് കിടപ്പുണ്ട് ഇല്ലേ, അത് നമ്മൾ പുറത്തേക്ക് എടുക്കും. പിന്നെ തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈസിന്റെ കൂടെ ഒരു പ്ലസ് ഇട്ടിട്ട് ഒരു നോട്ടും കൂടി ചേർക്കുക. നെഗറ്റീവ് ആക്കാൻ വേണ്ടി NOT, നോട്ട്. ഈസ് പ്ലസ് നോട്ട് എന്നുള്ളത് നമുക്ക് ചുരുക്കിയിട്ട് ഈസിന്റെ ISN അപ്പോസ്ട്രോഫി ഈസിന്റെ ഈസിന്റെ. അപ്പൊ ഇതിന്റെ ആൻസർ ഈസിന്റെ. പിന്നെ നമ്മൾ സബ്ജക്റ്റ് ഇല്ലേ, ഷീസ് വർക്കിംഗ്, ആ ഷീ ഇല്ലേ, അതും കൂടി അല്ല, ഈസിന്റെ ഷീ. ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ അല്ലേ? ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് കിടച്ചു. ഇത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയല്ലേ ഈസിന്റെ ഷീ? അതെ അതെ അതെ, ഈസിന്റെ അത് ഇനി അടുത്ത് പറയാൻ പോകുന്നുണ്ട്. അപ്പൊ അത് ക്ലിയർ ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന വാചകം ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക് എന്നാണ്. എന്റെ വാചകം ഒന്ന് മാറ്റണം, എഴുതിക്കോ. ഷീ ഈസ്, രണ്ടാമത് വേറെ ഒന്ന് എഴുതിക്കോ. ഷീ ഈസ് നോട്ട് വർക്കിംഗ്, നോട്ട് വർക്കിംഗ് ഇൻ എ ബാങ്ക്, കോമ, ഒരു ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്.
കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. സംഗീത, ഈ വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇത് നെഗറ്റീവ് അല്ലേ സാർ? നോട്ട് വന്നിട്ടില്ലേ നമുക്ക്? തോന്നത്തില്ല. അപ്പൊ ഈ വാചകം എന്താണ്? നെഗറ്റീവ് ആണ്. വീഡിയോ കൂട്ട് സംഗീത. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ടാഗ് നമുക്ക് പോസിറ്റീവ് ആയാൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിന്റെ അകത്ത് ഹെൽപ്പിംഗ് വെർബിന് പുറത്തേക്ക് എടുത്തു, ഈസ് പുറത്തേക്ക് എടുത്തു. നേരത്തെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ചേർത്തത്. ഇവിടെ നെഗറ്റീവ് ആക്കണ്ട, കാരണം തന്നിരിക്കുന്ന വാചകം ഏതാണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ആ ഈസ് മാത്രം മതി. അപ്പൊ ഈസ് ഷീ, ഇതാണ് കറക്റ്റ് ആൻസർ. ഈസ് ഷീ. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർത്തത്? നോട്ട് ചേർത്തത്. ഇനിയിപ്പോ നെഗറ്റീവ് ആക്കണ്ടെങ്കിൽ ആ നോട്ടാണ് ഒഴിവാക്കുക. ഈസ് ഷീ. സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ. അപ്പൊ ഞാൻ ഒന്നിട്ട് വായിച്ചു പറയാം, നിങ്ങൾക്ക് അതൊന്ന് മാറ്റുക. ഞാൻ പേൻ എടുക്കട്ടെ ഒരു മിനിറ്റ്. മ്യൂട്ട് ചെയ്യുന്നു. അത് സാറിന്റെ അവിടുന്ന് സൗണ്ട് ആയിട്ടുണ്ട്. സാറ് സ്കൂൾ മറ്റേ സ്ഥാപനത്തിലല്ല അവിടുന്ന് സൗണ്ട്. ഞാൻ സ്റ്റുഡന്റിന്റെ ഒന്ന് വെച്ച് അതാ. യെസ്, ആരംഭിക്കാം. എഴുതിക്കോ. രണ്ട് മൂന്ന് വാചകങ്ങൾ ഞാൻ പറയാം. പിന്നെ അത് കുറച്ച് ഊടായ്പകളൊക്കെ ഉണ്ട്, അത് നമുക്ക് പുറകേക്ക് നോക്കാം. അപ്പൊ ആദ്യം നിന്ന് ചാലാവട്ടെ. ഓക്കെ, എഴുതിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോ. They are reading, reading, reading books, comma, dash, question mark. I am not teaching English, comma, dash, question mark. അടുത്തത്, she was writing letter, comma, dash, question mark. യെസ്, 3 വാചകം ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് അതിന്റെ നേരെ അതിന്റെ ക്വസ്റ്റ്യൻ ആകരുത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. രണ്ടാമത്തെ സെൻസ് ഒന്ന് പറയാമോ? ഞാൻ അപ്പൊ കേട്ടില്ല. I am not, രണ്ടാമത്തെ I am not teaching English, comma, dash, question mark. അപ്പൊ സുമിമിട കഴിഞ്ഞിട്ടുണ്ട്. യെസ്, നിഷിട കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ലിനി ആദ്യത്തെ വായിച്ചോളൂ. ലിനി, ചോദ്യം ഇതായിരുന്നു, ദേ ആർ റീഡിങ് ബുക്സ്. ആൻസർ എന്ത് വരും? ആർ ദേ റീഡിങ്? ഒന്നുകൂടി ആലോചിച്ചേ. നെഗറ്റീവ് ആണല്ലോ അല്ലേ? ഓ സോറി. ദേ ആർ റീഡിങ് ബുക്സ്. ആൻസർ ആർ ദേ? ശ്രദ്ധിക്കാം, ആറിന്റെ കൂടെ ഒരു നോട്ടും കൂടി ചേർക്കണം അല്ലെ? അപ്പൊ ആറിന്റെ ഇതാക്കണം. AREN അപ്പോസ്ട്രോഫി T, AREN അപ്പോസ്ട്രോഫി T, ആറിന്റെ. ഓക്കെ. ജിനു ജോസ് രണ്ടാമത് വായിക്കും. സാർ ആറിന്റെ നോട്ട് വരുമോ? ആറിന്റെ നോട്ടാണോ? നോട്ടാണോ? ആറ് നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ആറിന്റെ.
ഡു നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം നമ്മൾ ഡോണ്ട് എന്ന് പറയും. അതുപോലെ ആറിന്റെ നോട്ടില്ല, ആറിന്റെ യെസ്. ജിനു പറഞ്ഞോളൂ അടുത്തത്. ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. സാറേ ഇവിടെ ബഹളം സാറേ, മൂന്ന് ജിനുവിന് ഉത്തരം ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. ആ. ഇതില് I am, നോട്ട് ഐ ആം ഓക്കെ 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 ഓക്കെ. ഐറനീസ പറഞ്ഞോളൂ. ഐറനീസ പറഞ്ഞോളൂ, ആൻസർ ഏതാണ്? ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ പോസിറ്റീവ് ആക്കാനല്ലേ? ആ. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ആം ഐ എന്നാണോ? കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ആം ഐ. ഓക്കെ, ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് എന്നാണ്. അപ്പൊ നോട്ട് വന്നപ്പോൾ അത് എന്തായി? നെഗറ്റീവായി. അപ്പൊ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം? പോസിറ്റീവ് ആയിരിക്കണം ടാഗ്. അപ്പൊ നോട്ട് പിന്നെ നമ്മൾ ടാഗ് നമ്മൾ ചേർക്കണ്ട. അപ്പൊ ഓക്സിലറി വെർബ് നമുക്ക് കിട്ടി. അതിനകത്തുള്ളത് ഏതാണ്? ആം ആണ്. പിന്നെ സബ്ജക്റ്റ് ആം ഐ. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അമ്പടും അടുത്ത് പറയും. ഷീ വാസ് റൈറ്റിംഗ് ലെറ്റർ. ഈസിന്റെ ഷീ വാസ് റൈറ്റിംഗ് ലെറ്റർ. ഈ ഈസിന്റെ ഒന്ന് കിട്ടി. പഴയ നേരത്തെ പറഞ്ഞ ആ പ്രേതം വിട്ടുപോകുന്നില്ല, അത് വേറെ സെന്റൻസ് ആയിരുന്നു. ഇവിടെ എവിടെ ഈസ്? വാസിന്റ് വാസിന്റ്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ കറക്റ്റ്. ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് അല്ലേ പറഞ്ഞു. അപ്പൊ അത് ഒരാള് ചോദിക്കുമ്പോ നമ്മളോട് ആർ യു ടീച്ചിങ് ഇംഗ്ലീഷ് എന്നല്ലേ ചോദിക്കുന്നേ? അതോ ഞാൻ അത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇനി അടുത്ത് പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിന് വേണ്ടിയിട്ട് അത് ഇനി പറയുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സംഗതി എടുത്തിട്ടത്, മനഃപൂർവ്വം എടുത്തിട്ടാണ്. ഓക്കെ, ഡോണ്ട് വറി. നോക്കിയേ, അടുത്ത വാചകം അത് അടുത്ത് പറയുമ്പോൾ റെഡിയാവും കേട്ടോ. ഷീ വാസ് റൈറ്റിംഗ് ലെറ്റർ. ഷീ വാസ് റൈറ്റിംഗ് ലെറ്റർ. അപ്പൊ വാസ് നമ്മൾ എടുത്തു, ഓക്സിലറി വെർബാണ്. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോട്ട്. ഇപ്പൊ വാസ് പ്ലസ് നോട്ട് വാസിന്റ്. വാസിന്റ് ഷീ. ഇതാണ് ആൻസർ. വാസിന്റ് ഷീ. ഈ മൂന്നെണ്ണം പറഞ്ഞതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? യെസ്, സംശയമൊന്നുമില്ല. ഓക്കെ ഓക്കെ. അത് ഞാൻ അടുത്ത വാചകം പറയുന്നത് എനിക്കോ. I am waiting, WAITING, waiting here, comma, dash, question mark. I am waiting here. Yes. സാർ ഒന്നും കൂടെ പറയോ? I am waiting, WAITING. I am waiting here. ഞാനിവിടെ കാത്തു നിൽക്കുകയാകുന്നു. യെസ്, എഴുതിക്കോ. ഓർമ്മ. അപ്പോ സുറുമിയാണ് എഴുതി കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ആൻസർ പറയണ്ട കേട്ടോ. ഇതിന്റെ ആൻസർ അല്ലേ? യെസ് യെസ്, ഇതിന്റെ ആൻസർ ആമിന്റെ. യെസ്. ഇവിടെ സുറുമി വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായതുകൊണ്ടും അതിനോടൊപ്പം തന്നെ കളങ്കമില്ലാത്തൊരു ആളായതുകൊണ്ടും ശാന്തമായിട്ട് ചിന്തിച്ചു. എന്ത് ചെയ്തി? നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം നമ്മൾ എടുത്തു. തന്നിരിക്കുന്ന വാചകത്തില് ആം എന്നുള്ളത് ഓക്സിലറി വെർബ്, അത് പുറത്തേക്ക് എടുത്തു. തന്നിരിക്കുന്ന വാചകത്തിൽ നോട്ടില്ല, അപ്പൊ അത് പോസിറ്റീവാണ്. അപ്പൊ നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് ആമിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർത്തു. അപ്പൊ എന്തായി? ആമിൻഡ് എന്നായി അല്ലെ? പിന്നെ ഐയും ചേർന്നു. അപ്പൊ ആ നിഷ്കളങ്കത ഞാൻ മാനിക്കുന്നു. പക്ഷേ ഇത് തെറ്റാണ്. കാരണം ഇംഗ്ലീഷില് ആമിൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല. അങ്ങനെ ഒരു വേർഡ് ഇംഗ്ലീഷിൽ ഇല്ല. അപ്പോ ആ എവിടേക്കാണോ ആമിന്റെ ഐന്ന് ഉപയോഗിക്കേണ്ടി വരുന്നത് അവിടെയൊക്കെ ആറിന്റെ ഐന്ന് ഉപയോഗിച്ചോളണം. ആറെന്ന് വിചാരിച്ച് ചെയ്തോളണം.
ആമിന്റെ എന്നുള്ള വേർഡ് ഇംഗ്ലീഷിലില്ല. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യണം? ആറുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ ഈ കൊസ്രാക്കൂടി സാധനം വരുള്ളൂ. മനസ്സിലായ? അപ്പൊ നമ്മൾ പെട്ടെന്ന് സുറുമി എന്ത് ചെയ്യും? ചിന്തിച്ച പോലെ എല്ലാവരും ചിന്തിക്കും, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചേക്കില്ല. പക്ഷെ ഇതിൻ്റെ അകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തില് അമ്പുടു രണ്ടാമത്തെ വാചകം ഐ ആം നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ടാഗ് വന്നത് ആമൈ എന്നാണ്. അത് കറക്റ്റാണ്. അവിടെ ആറൈന്ന് എഴുതാൻ പാടില്ല. അത് കറക്റ്റ്. ആമൈ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷെ ആമിന്റെ എന്ന് എഴുതേണ്ടി വന്ന എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? ആറിന്റെ എന്ന് എഴുതാവൂ. നിങ്ങളത് ഒരു സൈഡില് ഇത് മാറ്റി എഴുതി വെച്ചു. ഇങ്ങനെയൊരു സംഗതി എൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു സൈഡിൽ ഒന്ന് കുറിച്ച് വെച്ചോ. എവിടേക്ക് എക്സെപ്ഷൻ വരുന്നത് അയാം എന്നുള്ളതല്ലേ? എന്തോ അതായ അതെ. ആമിന്റെ എന്ന് എഴുതേണ്ട എല്ലാ സ്ഥലത്തും ആറിന്റെ എന്ന് എഴുതാവൂ എന്നുള്ള കാര്യം നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചു. അതില് അയാമായി എന്നും കൊടുക്കാൻ പറ്റൂലേ? അയാമയില്ല, ആമൈ. ഓക്കെ. ആമൈ ഏട്ടാ. യെസ്. അപ്പൊ പിടികിട്ടിയല്ല? യെസ്. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് കൂടായ്പ സംഗതികളോട് പോകാം. കാരണം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതേ വരും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കയറി പിടിക്കുന്നത്. എനിക്ക് I have few friends. Sir, I have Few, F-E-W, few friends, F-R-I-E-N-D-S. I have few friends. Yes, I have few, F-E-W, few friends, comma, dash, question mark. Yes. അപ്പൊ ചോദ്യം ചോദിക്കാൻ പോണത് ഷമീമയോടാണ്. ഷമീമ എഴുതിക്കും ആൻസർ. എഴുതി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. ഓരോരുത്തരും എഴുതിക്കും ആൻസർ കേട്ടോ. അപ്പൊ ഷിജിത കഴിഞ്ഞിട്ട് ഹാവ് നെഗറ്റീവോ പോസിറ്റീവോ ആക്കിയില്ല. ഹാവ് യു ആണ്, ഹാവിൻ്റെ യു ആണ്. അതാണ് ചോദ്യം. ഷമീമ പോസിറ്റീവ് ആണ് സർ. ഷമീമയുടെ ഉത്തരം പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആക്കുമ്പോ എന്ത് വേണം? നോട്ട് കിടക്കണം അല്ലെ? ഹാവിൻ്റെ യു. ഹാവിൻ്റെ യു. യെസ്. അപ്പൊ നേരത്തെ സുറുമിനോട് പറഞ്ഞപ്പോ സുറുമിനോട് ഞാൻ പറഞ്ഞതുപോലെ ഷമീമയും ആരാണ്? നിഷ്കളങ്കിയായ പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഷമീമക്ക് വക്രബുദ്ധി ഒന്നും തിരിയില്ല. ഇതിന്റെ അകത്തും ഒരു കുഴപ്പം കിടപ്പുണ്ട് ഷമീമ. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നോട്ട്, നെവർ, നോബഡി, നൈദർ ഇതൊക്കെ നെഗറ്റീവ് വാചകങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ നെഗറ്റീവായ ഒരു വാചകം കൂടി ഫ്യൂ, F-E-W, ഫ്യൂ. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നെഗറ്റീവാണ്. യെസ്, മനസ്സിലായില്ലേ? അപ്പൊ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നെഗറ്റീവാണ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം നമ്മൾ എന്താണ് വിചാരിക്കണം? നെഗറ്റീവാണെന്ന് വിചാരിക്കണം. അപ്പൊ അതിന്റെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ എന്ത് വരും? ഹാവ് ഐ. ഹാവ് ഐ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഹാവിന്റെ ഇപ്പൊ ഉത്തരത്തിലുണ്ടാവും, പക്ഷെ നിങ്ങൾ എഴുതാൻ പാടില്ല. അപ്പൊ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചു, ഫ്യൂ എന്ന് പറഞ്ഞ വേർഡ് നെഗറ്റീവ് വാചകമാണ്. ഫ്യൂ ഉണ്ടെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഈ ഫ്യൂ എന്ന് പറയുമ്പോ അത് കുറച്ച് എന്നുള്ള അർത്ഥം വരുന്നോണ്ടാണ് അത് നെഗറ്റീവ് ആവണത്. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ്. അതായത് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ എനിക്ക് സുഹൃത്തുക്കൾ ഇല്ല എന്ന് തന്നെ അർത്ഥം. ഇനി അടുത്തൊരു വാചകം ഞാൻ പറയുന്നത് അവിടെ വരുമ്പോഴാണ് സഫീദ പറഞ്ഞ ആൻസർ വരുന്നത്. ഓക്കെ. അപ്പൊ സൈഡിൽ എവിടെയും കുറിച്ച് വെച്ചു. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് വാചകം, നെഗറ്റീവ് വേർഡാണ്. ഫ്യൂ ഉണ്ടെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും കുറിച്ച് വെച്ചു. അടുത്തൊരു വാചകം ഇതേ വാചകം തന്നെ ആയിരിക്കും. സാർ ഒന്നും കൂടെ പറയാം. ഫ്യൂ ആണെങ്കിൽ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവ് വേർഡാണ്.
അപ്പൊ ടാഗ് പോസിറ്റീവ് ആക്കി എഴുതണം. ഓക്കെ, ഇത് അടുത്ത വാചകം എഴുതിക്കോ. ഐ ഹാവ് a few few friends, 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 comma, dash, question mark, comma, dash. സാർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുമോ? I have ചോദ്യം ഒന്ന് പറഞ്ഞ കേട്ടാ. I have a few friends. A few friends. Yes, I have a few friends. Okay. ഇതിന്റെ ആൻസർ ഇത് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഞാൻ ഓരോരുത്തരുടെ ആൻസർ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. യെസ്, ജോൺ ഫിക്കാണ് ചാൻസ് കേട്ടാ. സാർ ഹാവിൻഡ്. യെസ്. അപ്പോ ഞാൻ നേരത്തെ എന്താ പറയാ ഷമീമിനെ കുറിച്ച് പറഞ്ഞ പോലെ അല്ല കറക്റ്റ് ആണ്. ഹാവിന്റെ ആണ് ഹാവ് ആണ്. സാർ ഹാവിൻഡ് അല്ലേ? ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് അല്ലേ? എ വരുമ്പോ എ ഫ്യൂ ആകുമ്പോ ഹാവിൻഡ് അല്ലേ വരുന്നത്? ഞാൻ ചോദിക്കുന്നത് തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ്? തന്നിരിക്കുന്ന വാചകം എന്താ പോസിറ്റീവ് ആണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫ്യൂ വരുമ്പോ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞില്ലേ? ഫ്യൂ വരുമ്പോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? പിന്നെന്താ പോസിറ്റീവ് എന്ന് പറയാൻ കാരണം? വെരി ഗുഡ്, അത് പറയേ ജോർജി. വെരി ഗുഡ്. ഓക്കെ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഫ്യൂ എന്ന് പറയുന്ന വേർഡ് വന്നാൽ അതിന്റെ അർത്ഥം ഓൾമോസ്റ്റ് നത്തിങ് ആണ്. അപ്പോ നെഗറ്റീവ് ആണ്. എ ഫ്യൂ എന്നാണ് വന്നാൽ അത് പോസിറ്റീവ് ആണ്. എ ഫ്യൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമാണ് കുറച്ച്. നേരത്തെ സഫീലല്ലേ ചോദിച്ചത്? യെസ്, ഇതാണ് കുറച്ച്. മനസ്സിലായ? എ ഫ്യൂ. അപ്പൊ ശ്രദ്ധിച്ചോളണം, തന്നിരിക്കുന്ന വാചകത്തിൽ ഫ്യൂ എന്ന് കാണുമ്പോൾ തന്നെ നെഗറ്റീവ് ആണെന്ന് ചിന്തിക്കരുത്. അതിന് തൊട്ട് മുമ്പ് ഒരു എ ഉണ്ടാന്ന് നോക്കുക. എ ഫ്യൂ എന്നാണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് വാചകമാണ്. നേരെ മറിച്ച് എ ഇല്ല വെറും ഫ്യൂ മാത്രമാണെങ്കിൽ അതെന്താണ്? അപ്പൊ നെഗറ്റീവ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എ ഫ്യൂ എന്നാണെങ്കിൽ അത് പോസിറ്റീവ് വാചകമാണ്. യെസ്, നോട്ട് ചെയ്ത് വെച്ചില്ലേ? യെസ്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന വേറൊരു വേർഡുണ്ട്. ഫ്യൂ പോലെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വേർഡ്. അപ്പൊ കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേറൊരു വേർഡാണ് ലിറ്റിൽ വാട്ടർ. കുറച്ച് ലിറ്റിൽ മിൽക്ക് എന്നൊക്കെ പറയാറില്ല. അതായത് എണ്ണാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ അതിനെ കുറവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂ എന്നും, എണ്ണാൻ പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ അൺകൗണ്ടബിൾ അതിന്റെ കുറവ് കാണിക്കാൻ വേണ്ടിയിട്ട് ലിറ്റിൽ എന്ന് പറയും. പാല്, വെള്ളം എന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ. പുസ്തകം, ഫ്രണ്ട്സ് ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. അതൊക്കെ കുറച്ചാണെങ്കിൽ ഫ്യൂ എന്ന് പറയും. ഐ ഹാവ് ലിറ്റിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ പാടില്ല, തെറ്റാണ്. കാരണം എന്താണ്? ഫ്രണ്ട്സിനെ നമുക്ക് എണ്ണാൻ പറ്റും. ഐ ഹാവ് ലിറ്റിൽ ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം തെറ്റാണ്. കാരണം ബുക്ക് നമുക്ക് എണ്ണാൻ പറ്റും. യെസ്. അപ്പൊ നമുക്ക് അടുത്തൊരു വാചകം നമ്മൾ പറയണം. എനിക്കോ എണ്ണാൻ പറ്റാത്തതല്ലേ ലിറ്റിൽ എന്ന് പറഞ്ഞത്? എണ്ണാൻ പറ്റാത്തത് ലിറ്റിൽ, എണ്ണാൻ പറ്റുന്നത് ഫ്യൂ. യെസ്. അപ്പൊ ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവ് ആണ്. പക്ഷെ എ ലിറ്റിൽ എന്നാണെങ്കിലോ അത് പോസിറ്റീവ് ആണ്. നമ്മളിവിടെ ഫ്യൂവും എ ഫ്യൂവും പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ലിറ്റിലും എ ലിറ്റിലും. അപ്പൊ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണ്. അതും കൂടി സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. ലിറ്റിൽ നെഗറ്റീവ് ആണ്, എ ലിറ്റിൽ പോസിറ്റീവ്. യെസ്, എ ലിറ്റിൽ പോസിറ്റീവ് ആണ്. യെസ്.
അപ്പൊ അത് പിടികിട്ടിയല്ല. യെസ്. ഇനി അടുത്ത ഒരു വാചകം എഴുതണം. ഇരിക്കും. വാചകം എഴുതിക്കും. ലെറ്റസ് pray, P-R-A-Y, pray, comma, dash, question mark. Let us pray, comma, dash, question mark. അപ്പൊ ഇത് സാഹിത്യക്കാണ് ചാൻസ് കേട്ടോ. എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ലെറ്റ് അസ് പ്രേ. ലെറ്റ് അസ് പ്രേ. വൈകുന്നേരമാകുമ്പോ സാഹിത പറയുന്നത് ലെറ്റ് അസ് പ്രേ, നമുക്ക് പ്രാർത്ഥിക്കാം. യെസ്. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. സാഹിത പറഞ്ഞോളൂ. അതിന്റെ ഉത്തരം പറയുന്നത് ജോൺഫി ലെറ്റ് പ്രേ, ലെറ്റ് അസ് പ്രേ എന്നായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും പറയാം? യെസ് ഹൈറുനീസ, സമ്പുടു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ വേറെ ഒരു സാങ്കേതികത്വം ഇല്ലാതെ അന്വേഷിച്ചു പോകണ്ട. ഓർത്ത് വെച്ചേക്ക, ലെറ്റസ് വെച്ചാണ് തുടങ്ങിയേക്കുന്നത്. ലെറ്റസ് ആണ്. ഓർഡർ തന്നെ ഷാൽബി എന്ന് എഴുതി. അതിന് ആൻസർ എന്താണ്? ഷാൽബി. ലെറ്റസ് ആണോ ഷാൽബി? അത് വേറെ അവിടെ നിങ്ങൾ ഒരു നിയമം അന്വേഷിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഷാൽബി. അത് ഒരു സൈഡിൽ എഴുതി വെച്ചോ. ലെറ്റസ് വെച്ച് തുടങ്ങുന്ന വാചകങ്ങളിൽ ഷാൽബി എന്നാണ് എഴുതേണ്ടത്. ലെറ്റസ് എന്ന് വെച്ച് തുടങ്ങുന്ന വാചകങ്ങൾ ഷാൽബി എന്നാണ് എഴുതേണ്ടത്. യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഒന്നുകൂടി നിന്ന് ക്രോഡീകരിക്കുകയാണ്. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആണ്. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഓക്സിലറി വെർബിനെ ആദ്യം പുറത്തേക്ക് എടുക്കുക. നോട്ട് ചേർക്കണമെങ്കിൽ ചേർക്കുക, ചേർക്കേണ്ടാത്തതെങ്കിൽ ചേർക്കണ്ട. ഓക്കെ. പിന്നെ എവിടെ നമുക്ക് ആമിൻഡ് എന്ന് എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതേണ്ടി വരുന്ന സ്ഥലത്ത് എല്ലാവരും എന്ത് ചെയ്യുക? ആറിൻഡ് എന്ന് എഴുതിക്കും. ആമിൻഡ് എഴുതേണ്ടി വരുന്ന സ്ഥലത്തേക്ക് ആറിൻഡ് എന്ന് എഴുതിക്കും. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ലെറ്റസ് എന്നാണെങ്കിൽ അതിന്റെ ടാഗ് വേറെ ഒന്നും നിയമം നോക്കണ്ട, ഷാൽ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ്. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത്. പറഞ്ഞതിന്റെ സംശയമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ അടുത്ത ഘട്ടത്തിലോട്ട് കയറി. യെസ്, ഓക്കെ ഓക്കെ, സിമ്പിൾ. പറഞ്ഞു. അതെ, ഓരോ പാഠത്തിനും ഇമ്പോർട്ടൻസ് ആയിട്ട് എന്തൊക്കെയാണ് വരാ പരീക്ഷക്ക്? ഞാൻ കഴിഞ്ഞ ആഴ്ച നമുക്ക് തന്ന കുറെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് വെച്ച് പഠിച്ചാൽ മതി. അതേപോലുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. യെസ്, നിങ്ങൾ പരീക്ഷയെ കുറിച്ച് ഒന്ന് ടെൻഷൻ അടിക്കുന്നത്. ഞാൻ പണ്ട് പറഞ്ഞൊരു ഓർമ്മയില്ലേ, നിങ്ങൾ ആരും ഇംഗ്ലീഷിന് പരാജയപ്പെടുകയില്ല. യെസ്, ഓക്കെ. അടുത്ത വിഷയത്തിലോട്ട് പോകും. ഓക്കെ ഹൈറുനീസ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഞാനിനി സെന്റൻസ് ഒന്ന് മാറ്റണം. ഷീ went to Delhi, comma, dash, question mark. She went to Delhi, comma, dash, question mark. Vinida B,
ഇതിനെ കിട്ടിയില്ല. രേഖ രേഖയാണ് മറുപടി പറയേണ്ടത്. ആലോചിച്ച് പറഞ്ഞാൽ മതി. സമയം എടുത്തു. ഓക്കെ ഓക്കെ ഒരു മിനിറ്റ്. വെൻ നോട്ട് ഷീ എന്നാണോ? വെൻ നോട്ട് ഷീ യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ എന്താ പറയാ ലളിതമായിട്ടും നിഷ്കളങ്കമായിട്ടുമാണ് ആരെ ചിന്തിച്ചത്, രേഖ ചിന്തിച്ചത്. ഓക്കെ രേഖ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ നോക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നിരിക്കുന്ന വാചകത്തിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നോട്ടില്ല, ലിറ്റിലില്ല, ഫ്യൂവില്ല. അപ്പൊ ഈ വാചകം എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. അത് നമ്മൾ തീരുമാനത്തിലെത്തി. ഇനി അടുത്തത് നോക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഓക്സിലറി വെർബ് ഏതൊക്കെ? ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, വുഡ്, ഷുഡ്, കുഡ്, ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഇത് കാണുന്നുണ്ട് രേഖ? ഇല്ല അല്ലേ? അങ്ങനെ ഇല്ല എങ്കിൽ നമുക്ക് വേറൊരു നിയമം അവിടെ വരും. അങ്ങനെ ഇല്ല. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സെന്റൻസിന്റെ മെയിൻ വെർബ് എടുക്കണം. മെയിൻ വെർബ്. അപ്പൊ നമുക്ക് മെയിൻ വെർബ് കിട്ടി. വെന്റ് എന്നാണ് മെയിൻ വെർബ്. വെന്റ്. അത് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്തു. വെന്റ് അവിടെ നിൽക്കട്ടെ. യെസ്, വെന്റ് നമുക്ക് വെർബായിട്ട് കിട്ടി. ഈ വെന്റിന്റെ ടെൻസ് ഏതാണെന്ന് നോക്കും. ഗോ പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ഗോ വെന്റ് ഗോൺ എന്നല്ലേ? യെസ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല, പകരമുള്ളത് മെയിൻ വെർബ് ആണ്. അപ്പൊ മെയിൻ വെർബിന്റെ ടെൻസ് നോക്കാം. ടെൻസ് നോക്കിക്കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി അത് ഏത് ടെൻസ് ആണത്? പാസ്റ്റ് ടെൻസ്. ഓക്കെ അരുണീസ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് നോക്കിയപ്പോ അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കണം? ഡിഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇല്ല വേർഡ്, പക്ഷെ നമ്മൾ കയ്യിൽ നിന്ന് ചേർക്കും. യെസ്, ഡിഡ് എന്ന് പറയുന്ന വേർഡ് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അപ്പൊ ഞാൻ കൂടി പറയാം, ഓക്സിലറി വെർബ് ഇട്ട എളുപ്പമാണ് ചെയ്യാൻ. അതിന്റെ കൂടെ നോട്ട് ചേർക്കുക, വേണമെങ്കിൽ ചേർക്കണ്ട. ഓക്സിലറി വെർബ് ഇല്ലെങ്കിലോ നമ്മൾ മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് നോക്കിയിട്ട് അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ഉപയോഗിക്കണം. ഡിഡ് വേറെ വാക്കൊന്നും ഉപയോഗിക്കുന്നത് ഡിഡ് ഉപയോഗിക്കാവൂ. ഡിഡ് വെക്കണം. യെസ്. അപ്പൊ അവിടെ നമുക്ക് ഡിഡ് നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി ഈ തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? പോസിറ്റീവ് ആണ്. നോട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നെഗറ്റീവ് ടാഗ് ഉണ്ടാക്കണം. അത് നമുക്ക് എന്ത് ചെയ്യണം? ആ ഡിഡിന്റെ കൂടെ ഒരു നോട്ടും കൂടി ചേർക്കണം. അപ്പൊ ഡിഡ് പ്ലസ് നോട്ട് അത് ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് ഡിഡിൻഡ് എന്ന് പറയാം. DIDN അപ്പോസ്ട്രോഫി T. ഡിഡിൻഡ്. എന്താണ്? ഡിഡിൻഡ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഡിഡിൻഡ് ഷീ എന്നാണ്. ഓക്കെ. നിയമം പിടികിട്ടിയില്ലേ? ഓക്കെ, ഇത് മറക്കരുത്. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ് നോക്കണം. ആ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് വെച്ച് എഴുതണം. അപ്പോ ഡിഡ് നമ്മൾ അത് അതിനകത്ത് ആ വേർഡ് ഇല്ല, നമ്മൾ മനസ്സിൽ വേണം ഡിഡ്. അപ്പൊ എവിടെ നിന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡിഡ് ചെയ്യുന്നത്. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ. ഞാൻ ഒന്നുകൂടി പറയുന്നു, പാസ്റ്റ് ടെൻസിലാണെങ്കിലേ ഡിഡ് ചേർക്കാവൂ. വേറെ പല ടെൻസിലാണെങ്കിൽ ഡിഡ് ചേർക്കലുണ്ട്. അതിന് വേറെ നിയമമാണ്. അത് പിന്നീട് വെന്റിന് പകരം ഗോ ആണെങ്കിൽ ഡു ചേർക്കണം അല്ലെ? നമുക്ക് അങ്ങനെ എത്തട്ടെ. ഓക്കെ 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 ഓക്കെ, നമുക്ക് വരാം. യെസ്. അപ്പൊ ഇത് ഒന്ന് റെഡി ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഡിഡ് ചേർക്കണം. ഓക്കെ, ഞാൻ പറയാം റാസ്മില, അങ്ങനെ വരുന്നു.
അപ്പൊ ഡിഡ് ചേർക്കണം. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് കൂടി ചേർക്കണം. അപ്പൊ എന്തായി? ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻഡ്. ഓക്കെ, അപ്പൊ അത് സൈൻ പറഞ്ഞു സാർ. ആ സെന്റൻസ് പറഞ്ഞു. ഞാൻ ഫോൾഡ് ചാർജ് വെച്ച് പോയിരുന്ന സെന്റൻസ് എഴുതാൻ പറ്റില്ല. സെന്റൻസ് പറയാമോ? She went to Delhi. She went to Delhi. അതാണ് നമ്മൾ പറഞ്ഞ സെൻസ്. ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ വെന്റ്. അപ്പോ നിങ്ങൾ സൈഡിൽ എഴുതിയിട്ടോ, അറിയാൻ പാടില്ല. എങ്കിൽ തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ, ഹെൽപ്പിംഗ് വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് വെച്ച് എഴുതാമെന്ന് സൈഡിൽ കുറിച്ചിട്ടുണ്ട്. കാരണം ഭാവിയിൽ നമുക്ക് ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കേണ്ടി വരാൻ ആവശ്യമുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് അവിടെ ഡിഡ് വന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം അത് ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിച്ചത് എന്ന് പറയണം. ഓക്കെ, ശരിയല്ല. അപ്പൊ ഇനി ആൻസർ എഴുതിയില്ലേ? ഇനി ഓക്കെ, അടുത്ത വാചകം പറയാം. എഴുതിക്കോട്ടെ. റെഡ് അറിയടി, റെഡ് നോവൽ യെസ്റ്റർഡേ. പറയൂ. ഒന്ന് പറയാം. ദേ റെഡ് RED റെഡ് നോവൽ NOVEL നോവൽ യെസ്റ്റർഡേ YESTERDAY. അടുത്തത് she bought BOUGHT bought. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സർ. അടുത്ത ക്വസ്റ്റ്യൻ. she bought a new scooter comma dash question mark. അടുത്തത് വേണ്ട, he made 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 a cup of CUP cup of tea TEA comma dash question mark. Yes, എഴുതിക്കോളൂ. ഓക്കെ റാസ്മിന. ഓക്കെ, ഞാൻ വിളിക്കാം. അപ്പുറത്ത് ഡാൻസ് പഠിക്കുന്ന വെച്ചേട്ടാ. മാലിന്യയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റ്. അടുത്ത കോൺവെക്കേഷൻ ആയോ? കോൺവെക്കേഷൻ അടുത്ത ശനിയാഴ്ച. അത് കഴിഞ്ഞ പിന്നെ വന്നത് MT9 ആണ്. യെസ്, അതായത് ഞങ്ങളുടെ സാർ 14 അല്ലേ? 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്. അത് കഴിഞ്ഞൊക്കെ വരുമ്പോൾ 14 വരുള്ളൂ. യെസ്, സമയം ചെയ്യും. അങ്ങനെ തകർക്കണം കേട്ടോ. യെസ്, ഓക്കെ. ഡൗട്ട് ചോദിച്ചോട്ടെ. കോൺവെക്കേഷനെ ഇത് എല്ലാവർക്കും ഉണ്ടാവും നമ്മളെ ഇതിലത്തെ ഗ്രൂപ്പിലത്തെ? കോൺവെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിജയിച്ച ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്ന ചടങ്ങാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷയിൽ ജയിച്ചല്ലോ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തരണമല്ലോ. അപ്പൊ അതൊരു ചടങ്ങ്, ഒരു കറുത്ത ഗൗണൊക്കെ ഇട്ട് വീട്ടിലുള്ളവരൊക്കെ രണ്ടുപേരൊക്കെ വിളിച്ചിട്ട് വന്ന് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നമുക്ക് ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക്
സർട്ടിഫിക്കറ്റും മെഡലും ട്രോഫിയും മാർക്ക് ലിസ്റ്റും എല്ലാം തരുന്നു. യെസ്, ആ ചടങ്ങാണ് കോൺവെക്കേഷൻ സെറിമണി എന്ന് പറയുന്നത്. കറുത്തൊരു ഗൗൺ, മുകളില് കറുത്തൊരു തൊപ്പി, ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇന്നത് കോൺവെക്കേഷൻ സെറിമണി പങ്കെടുത്ത് വേറെ ആൾക്കാരില്ലേ? കണ്ടിട്ടില്ലേ ടി വിയിലൊക്കെ പരിപാടികൾ? കണ്ടിട്ടുണ്ട്. മക്കളൊക്കെ യു കെ ജി ഡൗട്ട് യെസ്, ഇപ്പൊ കുട്ടികൾക്ക് യു കെ ജി കോൺവെക്കേഷൻ ആണല്ലോ. യു കെ ജി ആണല്ലോ യു കെ ജി ആകുമ്പോ കോൺവെക്കേഷൻ ഉണ്ട് യു കെ ജിയില്. അവർക്കുണ്ട്, അവർക്കുണ്ട് യു കെ ജി. യെസ്, ഓക്കെ 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 ഓക്കെ. അത് ഇംഗ്ലീഷ് മീഡിയംകാരെ ഓരോരോ പരിപാടി ഉണ്ടാക്കണത് അല്ലേ? അവിടെ പ്രീ പ്രൈമറി ഒക്കെ കഴിഞ്ഞാൽ 3 വർഷത്തെ ഇതായിരുന്നു. അത് കഴിഞ്ഞാല് ഉണ്ടാവാറുണ്ട്. എന്റെ മോൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് ഇങ്ങനെ കറുത്ത ഗൗണൊക്കെ ഇടിക്കോ? ഗൗണും ക്യാപ്പും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, അതൊരു പരിപാടി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ച ഒരു ചെറിയൊരു പൈപ്പ് പോലത്തെ സംഗതി ഉള്ളിലാക്കിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അയച്ചതിന് പതിവ്. ഇതിനയച്ച് രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു തരും. യെസ്, പക്ഷെ ഇതിനൊക്കെ വാല്യൂ അതിനാവും സാർ. യെസ്, അത് വേറെ പ്രത്യേകത അത് ശരിയാണത്. അന്ന് ഇതേപോലെ സ്വാശ്രയ സ്ഥാപനങ്ങളൊന്നും ഇല്ല. അന്ന് ഗവൺമെന്റ് കോളേജുകളും ഏതൊരു കോളേജുകളും മാത്രമേ ഉള്ളൂ. ഈ കേരള യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ അത്രേ ഉള്ളൂ. കേരള, ഗാന്ധി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, 5 യൂണിവേഴ്സിറ്റി ഉള്ളൂ. വേറെ ഇത്രേ ഉള്ളൂ ഞാനൊക്കെ പഠിക്കും. യെസ്, അപ്പോ അതിൻ്റെ അകത്ത് നമ്മൾ പാസ്സാവുന്നു എന്നുള്ളതാണ്. യെസ്, പിന്നെ അവിടെ സെനറ്റൊക്കെ കൂടിയിട്ട് പാസ്സായി കഴിയുമ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇന്നിപ്പോ അതൊരു ചടങ്ങ്, ഒരു ആഘോഷമാക്കി മാറ്റും. ഇപ്പൊ നമ്മുടെ വീടുകളിലില്ല, ചെറിയ ചെറിയ എന്ത് പരിപാടിയാണെങ്കിലും 2-4 പേരെയൊക്കെ ക്ഷണിച്ച് ഒരു കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിട്ട് എത്രയോ ബർത്ത്ഡേ നിങ്ങളുടെ അറിയാതെ പോയിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ അങ്ങനെയാണ് ആഘോഷിക്കില്ലേ? യെസ്, ഇപ്പൊ 6 മാസം ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. 6 മാസം ആകുമ്പോ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, ആളുകൾ ആഘോഷിക്കട്ടെ, ആഘോഷങ്ങള് വേണം. അതും ഒരു ഭാഗം തന്നെയാണ്. യെസ് സർ, ഫാമിലി മൊത്തം വരാൻ പറ്റുമോ? ആർക്കും അതിനും വരാം, നോ പ്രോബ്ലം. ഓക്കെ, ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ സകല ആളുകളെ വിളിച്ചോണ്ടിരിക്കും, നോ പ്രോബ്ലം. യെസ്, അതല്ല ചോദിക്കാൻ കാരണം എന്റെ സിസ്റ്ററിന്റെ കോൺവെക്കേഷൻ ഇപ്പൊ കഴിഞ്ഞുള്ള, അവള് CA പാസ് ചെയ്താണ്. അപ്പൊ ആരെങ്കിലും ഒരാള് അപ്പൊ ഒരു ഇത് പാരന്റ്സ് വേറെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് വരാറുണ്ട്. ചിലപ്പോ ഭാര്യ, ഭർത്താവ്, അമ്മ, കൊച്ച് ഒക്കെ ചിലപ്പോൾ കാറുടെ പണി കാറിനെ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരുടെ നമ്മുടെ കുട്ടികളൊക്കെ ഓരോ പരിപാടികളൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ അതിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ അത് അമ്മയും മോളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി കയറി ഡാൻസ് കളിച്ചു. അമ്മയും മോളും രണ്ടുപേരും വിദ്യാർത്ഥികളായിരുന്നില്ല, അമ്മയും മോളും പഠിക്കുന്നുണ്ടായിരുന്നു. യെസ്, അപ്പൊ അവർ രണ്ടുപേരും കയറി രണ്ടുപേരുടെയും കൂടി ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ സെറിമണിയുടെ ഇടക്ക് ജയദേവ സാർ പറയും, ഒരു ഡാൻസിന്റെ അറ്റം വരുമ്പോ ടീച്ചർമാരൊക്കെ പറയും, നിങ്ങള് വിദ്യാർത്ഥികൾ നിങ്ങളും കയറുക, നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ബന്ധുക്കളില് ഡാൻസ് കളിക്കാനായിട്ട് താല്പര്യമുള്ളവരോട് അവരും വരിക എന്ന് പറയും. അപ്പൊ ചില ആളുകൾ കുട്ടികളുടെ ഭർത്താക്കന്മാരെ, മക്കളെയൊക്കെ വിളിച്ച് സ്റ്റേജിലോട്ട് കയറുന്നത് കാണാം. യെസ്, ഓക്കെ. അങ്ങനെ രസകരമായ കാഴ്ച കാണാനിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. നിങ്ങൾ പരിപാടി അവതരിപ്പിച്ചു, കാണാനിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാവും. ഓക്കെ. മാർക്ക് കൂടുതലുള്ള വേറൊരു ആദ്യം വിളിച്ചിട്ട് വേറൊരു ഫസ്റ്റ് ഏറ്റവും കൂടുതൽ മാർക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ കൊണ്ടുവരാന്ന് കൂടുതല്. നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാണക്കേടല്ലേ? ഇല്ല, അത് നാണക്കേടാവില്ല. അത് വേണം. എങ്ങനെ വന്നാലും 1, 2, 3 കിട്ടുള്ളൂ. ബാക്കി
ഉള്ള ഇതുണ്ടല്ലോ, ബാക്കിയൊക്കെ കോമൺ ആയിട്ടാണ് പോണത്. യെസ്, അപ്പൊ പഠിക്കണ്ട. അതെ, നമ്മൾ റിയാലിറ്റി ബോധ്യപ്പെടുന്നതാണ്. ഞാൻ ഇന്നതാണ്, എന്റെ സ്റ്റൈൽ ഇന്നതാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ബോധ്യപ്പെടുത്തുക. എന്ന് പറഞ്ഞ പോലെ നമുക്ക് സത്യം പറയാതെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നുണ സത്യം തെളിയിക്കാൻ വേണ്ടി പിന്നെയും നുണ പറയും. അപ്പൊ അതിനേക്കാൾ നല്ലത് ആദ്യം നമുക്ക് സത്യം പറയാൻ. സത്യം പറഞ്ഞാൽ പിന്നെ നുണ പറയണ്ടല്ലോ. അതെ തന്നെ, പിന്നെ നുണ പറയണ്ട. അപ്പൊ നമുക്ക് എനിക്ക് സ്കൂൾ ക്ലാസ് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുള്ളൂ, റാങ്ക് കിട്ടിയില്ല. യെസ്, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. യെസ്, അപ്പോ നിങ്ങളുടെ എന്താ പറയാ മനോഹരമായിട്ടുള്ള പരിപാടികൾ സാറേ, അതെ, മാർക്ക് കൂടുതലുള്ളവരല്ലേ ഇങ്ങനെ കോൺവെക്കേഷന് വിളിക്കുള്ളൂ, അല്ലാത്തവരെ വിളിക്കോ? കൂടുതലുള്ളവരുടെ ഉദ്ദേശം എന്താണ്? ഈ മാർക്ക് കൂടുതലുള്ളവരെയാണ് എല്ലാവരെയും വിളിക്കും. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, പിന്നെ എല്ലാവർക്കും ഉണ്ട്. അല്ലാണ്ട് അതിൻ്റെ അത് മാർക്ക് കൂടുതൽ ഇതൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ വിശിഷ്ടമായിട്ടൊന്ന് ആദരിക്കും. അതിപ്പോ അങ്ങനെയല്ലോ, ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച ഇന്ന കുട്ടി എന്ന് പറയുമ്പോ അതൊരു വെയിറ്റ് കിട്ടുമല്ലേ, അത്രേ ഉള്ളൂ. അത് ഫുൾ A+ എന്ന് പറഞ്ഞ പോലെ അതേ ഡിസർവ് ചെയ്തു. ഓക്കെ സഫീദ, നമുക്കതൊരു അംഗീകാരം കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെ കൊടുക്കുമെന്ന് മാത്രം, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വന്ന് വേറെ ഫുഡ് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എത്ര പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ തന്നെ അപ്പുറത്തെ ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ അതിന്റെ പേരിൽ ആളുകൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. പഞ്ചായത്ത് മൊത്തം കൊന്നാൽ എനിക്ക് ചെലവ് കൂടും. പഞ്ചായത്ത് മൊത്തം കൊന്നാൽ എനിക്ക് ചെലവ് കൂടും. ഇപ്പൊ യെസ്, അപ്പൊ എനിക്കത് ജനകീയ പിന്തുണയുണ്ടെന്ന് നമുക്ക് പറയാലോ. യെസ്, ഓക്കെ, വളരെ ജനപിന്തുണയുള്ള ആളാണെന്ന് പറയാലോ. യെസ്, ഓക്കെ. നമ്മൾ ഈ വോട്ടിന് വേണ്ടിയിട്ട് വീട്ടില് അവര് വരുമ്പോ കുറച്ചധികം പേര് വന്നിട്ടുണ്ട്. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. അതായത് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഇത്രയും പേരുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് ഒരു കൊള്ളാണ്ട് അവരുടെ കൂടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കൂലേ. നമ്മൾ ഇത് ഇങ്ങനെയല്ല, ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. പിന്നണികളുണ്ടോ? അത് തന്നെ, പിന്നണികളുണ്ട്. കറക്റ്റ് വേണം, അതാണ് ദാസ്മിന. പിന്നണികളുണ്ടെന്ന് പറഞ്ഞൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് വിജയിക്കരുത്. യെസ്, അത് നിങ്ങളും ടീച്ചറായി കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പർപ്പസ്ഫുള്ളി ചെയ്യണം. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർ കുഴപ്പമില്ല, ജിനു ടീച്ചർക്ക് കുഴപ്പമില്ല, ജിനു ടീച്ചർ കുഴപ്പമില്ല എന്നൊരു തോന്നൽ വരും. അങ്ങനെ ഒരു തോന്നല് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറൂല, പിന്നെ അങ്ങോട്ട് പോയിക്കോളും. ഇപ്പൊ കേട്ടില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഏറ്റവും ആദ്യം നമുക്ക് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചില ആളുകള്, ഞാൻ സൈക്കോളജിക്കലായിട്ട് പറയാം, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറെ ആൾക്കാർ, അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പാറ വെച്ചിട്ടേ ഉള്ളൂ, എന്നാലും നിങ്ങൾക്ക് അവര് ഇഷ്ടമായിട്ടുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരില്ലേ, ഉണ്ടാവും. കറക്റ്റാണ്. നമ്മള് എന്തായാലും അവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ഇഷ്ടം അല്ലേ, അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടാവും. യെസ്, അത് ഒരു ഫാക്ടറാണ്. കവികൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുൻ ജന്മത്തില് നമ്മുടെ കൂടെ ഉണ്ടായ ആളുകൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ജന്മത്തിലെ രേഖ ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിലുള്ള ആണായിരിക്കും. അന്ന് രേഖയുടെ ആടായിട്ടൊരു ഭാര്യയായിരുന്ന ആളായിരിക്കും ചിലപ്പോ വീണ്ടും ഈ ജന്മത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അപ്പൊ കാണുമ്പോ ഒരു മുൻകാല പരിചയം തോന്നും. ഈ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. കണ്ടിരിക്കുന്നത് പഴയ ജന്മത്തിലായിരിക്കും, ചിലപ്പോൾ സഹോദരനായിരിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പോ ഇത് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ആളുകളെ കാണുമ്പോ വളരെ അടുത്ത് പരിചയം തോന്നുന്നു ഇല്ലേ? അങ്ങനെ തോന്നാൻ കാരണം ഇതാണെന്നാണ് അവര് പറയുന്നത്. 7 പ്രാവശ്യം ജനിക്കുകയും 7 പ്രാവശ്യം മരിക്കുകയും ചെയ്തൊക്കെ പറയുന്നു. പക്ഷെ അത് മരിച്ചതിന് ശേഷം ആരും തിരിച്ചു വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതറിയില്ല ഞാനേ. അപ്പൊ ഇത് എനിക്ക് എന്നെ വളരെയധികം ഞങ്ങളെ കൂടിയൊക്കെ പണ്ട് പഠിപ്പിച്ചത് ടീച്ചർ. അപ്പൊ ടീച്ചറും ഞാനും തമ്മിൽ ഒരു സൗഹൃദം വരും. അപ്പൊ ടീച്ചറും ഞാനും കൂടി ഒരു ധാരണയിൽ വന്നു. ധാരണകളൊന്നുമില്ല, ടീച്ചറാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം, തിരിച്ചു വരണം.
തിരിച്ചു വന്നിട്ട് എന്നോട് വന്ന് പറയണം അവിടെ ഇന്ന സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരു പ്രാവശ്യം വന്നാൽ മതി, എപ്പോഴും പറഞ്ഞ ഒറ്റ പ്രാവശ്യം മുതൽ കാര്യങ്ങൾ പറയും. ഇനി ഞാനാണ് ആദ്യം മരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചറിന്റെ അടുത്ത് വരും, വന്നിട്ട് മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ അവിടെ ഇന്നതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇന്നതുപോലെയൊക്കെയാണ് എന്ന് വന്ന് പറയണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പരസ്പരം സത്യം ചെയ്ത് പിരിഞ്ഞ ആൾക്കാരാണ്. ടീച്ചർ മരിച്ചുപോയി. അപ്പൊ ടീച്ചർ മരിച്ചപ്പോ ഞാൻ പലപ്പോഴും രാത്രികളിലൊക്കെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ആ ടീച്ചർ വന്നു എന്താണ് സംഭവം, മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ പറയാൻ പറ്റില്ല കേട്ടോ, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അരികത്ത് ചിലപ്പോൾ ടീച്ചർ ഇരിപ്പുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ ടീച്ചർ പറയുന്നുണ്ടാവും, സാറ് പറഞ്ഞൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കണം. ഞാനൊരു കഥയല്ല, ഒരു ഇമാജിനറി സിറ്റുവേഷൻ പറയുന്നു. ഒരാള് ജനിച്ചു കഴിഞ്ഞപ്പോ അയാളോട് പറയണ 58 വയസ്സുവരെ നീ ജീവിക്കും എന്ന് പറയും. ദൈവം അതുകൂടി കൊടുത്തിരുന്നു വരും, ഏത് ആയിക്കോട്ടെ. പക്ഷെ അയാള് 56-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ കഴിഞ്ഞ ശേഷം ഈ ആത്മാവ് മുകളിൽ ചെന്നപ്പോ ചിത്രഗുപ്തൻ അവിടെ ഇരിക്കുന്നു. ചിത്രഗുപ്തന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ മരിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചിത്രഗുപ്തൻ പറഞ്ഞു, അതേ നിനക്ക് മരിക്കാൻ പറഞ്ഞിരിക്കുന്നത് 58-ാമത്തെ വയസ്സിലാണ്, നിന്നോട് ആരാ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു? അപ്പൊ 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് നിന്റെ ഫയൽ ഇവിടെ ഇട്ടുള്ളൂ. അപ്പൊ ആ 2 കൊല്ലം ഇവിടെ നടന്നു. നേരത്തെ വന്നെന്ന് ചോദിച്ചിട്ട് ആരും നിൽക്കണമെന്നൊന്നുമില്ല, ആയുസ് വന്നിട്ടുണ്ട്, അപ്പൊ ജീവിച്ചോളണം. ആരോട് ചോദിച്ചിട്ടാണ് ആത്മഹത്യ? അപ്പൊ 2 വർഷം ഇങ്ങനെ ഇവിടുത്തെ ജീവിച്ചോന്ന് പറയും. അപ്പൊ അങ്ങനെ പുള്ളി 2 വർഷം അവിടെ ജീവിക്കണം. അങ്ങനെ 2 വർഷം കുറെ നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്ക് തോന്നി, ഇങ്ങനെ വെറുതെ നിൽക്കല്ലേ, നരകത്തിലോട്ടോ സ്വർഗത്തിലോട്ടോ മോക്ഷത്തിലോട്ടോ ഒന്നും പരിഗണിച്ചിട്ടില്ല, ഫയൽ എടുത്തിട്ടില്ല. ഫയൽ എടുക്കണ ഇനിയുണ്ട് 5-8 മാസം കൂടി ഇനിയുണ്ട്. അപ്പൊ പുള്ളി വേണ്ട ചിത്രഗുപ്തനോട് ചോദിക്കരുത്, ഞാനൊന്ന് നാട്ടിലോട്ട് പൊക്കോട്ടെ എന്ന് പറയുന്നു. ഏതായാലും എന്റെ ഫയൽ എടുക്കാൻ കുറച്ച് ദിവസം പിടിക്കുമല്ലോ, അപ്പൊ ഞാനൊന്ന് നാട്ടിലോട്ട് പൊക്കോട്ടെ, എന്റെ വീട്ടിലോട്ടൊന്ന് പൊക്കോട്ടെ. അപ്പൊ പുള്ളി പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റില്ല, മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വന്ന് പിന്നെ അങ്ങനെ പോകാൻ പറ്റില്ല, പിന്നെ ഇവിടെ തന്നെയാണ് പോകാൻ പറ്റില്ല. പുള്ളി ഇങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോ ചിത്രഗുപ്തൻ ലാസ്റ്റ് പറഞ്ഞു, എന്നാ പോയിക്കോ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിനക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് അവരെ കാണാം, നിനക്ക് അവര് പറയുന്നത് കേൾക്കാം, പക്ഷെ നിനക്കൊന്നും പറയാൻ പറ്റില്ല, നീ എന്തെങ്കിലും പറഞ്ഞാലും അവരത് കേൾക്കുകയില്ല, നിന്നെ അവർക്ക് കാണാനും പറ്റില്ല. ഇതാണ് ഇങ്ങനെ ഇരിക്കും എന്ന് പറയും ടെക്നോളജി. ഓക്കെ സഫീദ. അങ്ങനെ പുള്ളി എവിടെ വരുന്നത്? തിരിച്ച് സ്വന്തം വീട്ടിൽ വരും. ആ സ്വന്തം വീട്ടിൽ പുള്ളി വരുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് ആത്മഹത്യ ചെയ്തത് അബദ്ധമായി പോയി എന്ന് പുള്ളിക്ക് തോന്നുന്നത്. കാരണം ചില കാര്യങ്ങളൊക്കെ പിള്ളേരൊക്കെ ചെയ്യണ കാണുമ്പോൾ അവർക്ക് തിരുത്തി കൊടുക്കണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട്. അത് ശരിയല്ല, പക്ഷെ പുള്ളിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, പറഞ്ഞാൽ തന്നെ അത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെ വിഷമിക്കുന്ന ഒരാത്മാവും. യെസ്, നിങ്ങൾ എപ്പോഴെങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? എപ്പോഴും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കും, ആലോചിച്ചു നോക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പ്രശസ്തരായ ഭാവന സമ്പന്നരായ കഥാകൃത്തുക്കളൊക്കെ ആയിട്ട് മാറും. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവാൻ. യെസ്, പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? അവർ കടലാസിൽ പേരെടുത്തിട്ട് ആ മനസ്സിൽ വരുന്ന തോന്നലുകൾ അതൊക്കെ ആ കടലാസിലോട്ട് വെറുതെ എഴുതി വെക്കുക, എന്നിട്ട് അവിടെ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ആ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത്, അയ്യേ എന്ത് വൃത്തികേടാണ്, ആരെയും കാണിക്കാൻ പോകുന്നത്, നിങ്ങൾ വായിക്കുക. യെസ്, വീണ്ടും ഇതുപോലെ വരും, ഇതുപോലെ അല്ലേ? യെസ്, ഓക്കെ സഫീദ. യെസ്, അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലേക്ക് വരുന്ന തോന്നലുകൾ നിങ്ങൾ എഴുതി വെക്കുക. പിന്നീട് ഒരുപക്ഷെ നിങ്ങൾ പ്രശസ്തരാകും. ഈ തോന്നലുകളാണ്. ഇപ്പൊ നമുക്കറിയാം, മണ്ണിന്റെ കട്ടയും കരിയിലയും കുളിക്കാൻ പോയി. അങ്ങനെ കുളിക്കാൻ പോയപ്പോൾ നല്ല കാറ്റ് വന്നു. അപ്പൊ കരിയില പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണിന്റെ കട്ട ആ കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ വന്നു. മഴ വന്നു കഴിഞ്ഞപ്പോൾ ഈ മണ്ണിന്റെ കട്ട അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയില കയറി ഈ മണ്ണിന്റെ കട്ടയുടെ മുകളിലിരുന്നു. അങ്ങനെ മഴ മാറിക്കഴിയുമ്പോൾ വീണ്ടും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കറിയാം, ഈ മണ്ണിന്റെ കട്ടയും ഈ കരിയിലയും നടക്കാൻ പോണില്ലെന്നും അവര് പരസ്പരം അവർക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നും ഇതൊക്കെ നമുക്കറിയാം.
എന്നാലും ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ആ ചിത്രം വരണം. ഒരു മണ്ണിന്റെ കട്ടയും ഒരു തരിയിലെയും കൂടി ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ പോകുന്നത് നിങ്ങൾ വരയില്ലേ? യെസ്, ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരും. യെസ്, അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ കുട്ടികളാകുമ്പോൾ ഈ ഭാവന ഇങ്ങനെ കയറ്റിവിടണം. ചിലപ്പോ മറ്റൊരു അരുന്ധതി റോയിയോ അല്ലെങ്കിൽ മറ്റൊരു എസ് കെ പൊറ്റക്കാടോ ഇതാക്കിയേക്ക് നിങ്ങൾ മുന്നിലിരിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും. യെസ്, അപ്പോ നമുക്ക് ഈ വാചകങ്ങളിലേക്ക് ഒന്ന് കടന്നു പോവാം. യെസ്, നേരത്തെ വന്നത് അപ്പൊ റാസ്മിന ആയിട്ട് വായിച്ചോളൂ. They read novel yesterday. Didn't they? Didn't they? Very good, very good, very. Mary and Mary Drisha. അടുത്തത് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. She bought a new scooter. Didn't she? Didn't she? Buy വാങ്ങുക past tense ആണ് bought. Very good, very good. Okay, ദൃശ്യ. Then സഫീദ അടുത്ത വായിച്ചോളൂ. He made a cup of tea. Didn't he? Didn't he? Correct answer ആണ്. Make present tense ആണ്, അതിന്റെ past tense ആണ് made. She made a cup of tea. Correct answer ആണ്. പിടികിട്ടിയല്ലോ? സിമ്പിൾ ആണല്ലോ. യെസ്, ഇനി ഇതിന്റെ ബാക്കിയുണ്ട്, അത് നമുക്ക് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വേറെ സൈൻ ഔട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഉണ്ടെങ്കിൽ പറയാം. അപ്പോ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. We will meet in the next class. Okay, madam. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. Okay, Vinisha.